നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഗോമതി വന്നിട്ട് മീനാക്ഷിയോട് പറഞ്ഞു, അയ്യോ ഞാനിവിടെ ആഹാരം എടുത്ത് വെച്ചിരുന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇതിനകത്തില്ല അമ്മേന്ന് മീനാക്ഷി പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, ഞാനെടുത്ത് കഴിച്ചു എന്ന് പറയണ. സുകന്യ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അങ്ങോട്ട് വന്നു. മിത്ര വന്നിട്ട് പറഞ്ഞു, അല്ല സുകന്യേച്ചി എടുത്ത് കഴിച്ചോ? അതെന്തിനാ സുകന്യേച്ചി എടുത്ത് കഴിച്ചേ? അത് അപ്പച്ചി മീനാക്ഷി ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരം അല്ലേന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു എടുത്ത് കഴിച്ചോളാൻ. അപ്പോഴേക്കും കോമതി, ഞാൻ പറഞ്ഞല്ലോ മോളെ എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞില്ലേ, ഞാനോടത്ത് എന്നോടായിരിക്കുന്നു, ഞാൻ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സുകന്യച്ചിക്ക് ഒന്ന് ചോദിക്കാൻ മേലായിരുന്നോ? പിന്നെ ടൈം ടേബിളിൽ ഇരിക്കുന്ന ആഹാരം എടുത്ത് കഴിക്കാനായിട്ട് എനിക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മറ്റുള്ളവർക്ക് വെച്ചിരിക്കുന്ന ആഹാരം എടുത്ത് കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോമതി പറഞ്ഞു, ശരി പോട്ടെ, ഇനിയിപ്പൊ അതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട. അതെ മീനാക്ഷി, ഒരു കാര്യം ചെയ്യും, 10 മിനിറ്റ് ഇപ്പൊ തന്നെ അമ്മ ദോശ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങ് തിരിയുമ്പത്തേനും സുകന്യെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ചേച്ചി അവിടെ നിന്ന് നിൽക്കാൻ പറയണം. എന്താ? അതെ ചേച്ചിയുടെ ഭാഗത്ത് എവിടെ തെറ്റ്? എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മോളേന്ന് വിളിച്ച് ചേച്ചി പറഞ്ഞോണ്ടാ ഞാൻ അടുത്ത് കഴിച്ചെന്ന് പറയണം. അത് വിട്ടേക്ക് സുകന്യ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു. അതെ മറ്റുള്ളവർക്ക് വെക്കുന്ന ആഹാരം എടുത്ത് കഴിക്കാനായിട്ട് എന്റെ വയറ്റിൽ കൊക്കോപ്പുഴൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം നല്ല ദേഷ്യമായി മിത്രയ്ക്ക്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അമ്മേ ഞാൻ ഇറങ്ങുവാന്ന് പറയണ. അല്ല മോളെ നീ നിൽക്കാൻ പറയണ. വേണ്ടമ്മേ, 9 മണിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ചെല്ലണം. 9 മണിക്ക് മുമ്പ് അവിടെ എത്തണമെന്ന് പറയണ. പോവാതിരിക്കാൻ പറ്റില്ല. അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് പോകുമ്പോൾ മോളെ എന്നെ വിളിച്ചോണ്ട് ഗോമതി പിന്നാലെ എന്നു. അപ്പോഴേക്കും മിത്രയ്ക്ക് ദേഷ്യമായി. മിത്ര സുകന്യയോട് പറഞ്ഞു, അതെ ഒന്നെടുത്ത് കഴിക്കുന്നതിന് മുമ്പ് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ എങ്കിലും കാണിക്കണം. അതും പറഞ്ഞിട്ട് മിത്ര ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഇവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ, ഇവളിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ സുകന്യ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ മിത്ര തന്റെ ഷൂ ഒക്കെ തുടച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സുകന്യ അങ്ങോട്ട് വന്നു. സുകന്യ വന്നിട്ട് പറഞ്ഞു, മിത്ര സോറി കിട്ടോന്ന് പറയണം. സോറി എന്തിനാ? അല്ല അത് പിന്നെ ഞാൻ ആ സമയത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അത് കേട്ടപ്പം മിത്രയ്ക്ക് ഭയങ്കര വിഷമായി. ഹേ സുകന്യേച്ചി എന്നോട് സോറി ഒന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും മിത്രയ്ക്ക് വിഷമായെന്ന് എനിക്ക് മനസ്സിലായി. അത് സാരമില്ല ചേച്ചി. മീനാക്ഷി ചേച്ചി ആഹാരം കഴിക്കാതെ പോയി കണ്ടപ്പം എനിക്ക് സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ സുകന്യേച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ. അതെ എന്റെ ഭാഗത്തും തെറ്റുണ്ടായി, ഞാനോ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, എന്റെ സ്വഭാവം ഇങ്ങനെ, എന്ത് ചെയ്യാനാ, ഇതങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, സാരമില്ല, കുറച്ച് കഴിയുമ്പത്തിന് ആ സ്വഭാവമൊക്കെ മാറിക്കോളും, ഇവിടുത്തെ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോയിക്കോളും എന്നൊക്കെ മിത്ര ആത്മാർത്ഥമായിട്ടാണ് പറയണേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ സുകന്യ പറഞ്ഞു, ശരിയാ മിത്രേ, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞു. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? വിഷമമൊന്നുമില്ല. അല്ല ഇതെന്താ ഇപ്പൊ ഈ ഷൂ ഒക്കെ തുടയ്ക്കണേ? അത് പിന്നെ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞു, അല്ല ജോഗിങ്ങിന് പോകാനാന്ന് പറയണം. ജോഗിങ്ങിന് ഹെൽത്ത് കോൺഷ്യസ് അല്ലേ മിത്ര, അങ്ങനെ തന്നെ വേണം. ആരോഗ്യത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്നാ ശരി ആയിക്കോട്ടെ, ജോഗിങ്ങും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സുകന്യ മിത്രനെ ഒന്ന് പ്രശംസിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറി പോകണം. അപ്പോഴേക്കും മിത്ര മനസ്സിൽ പറഞ്ഞു, ഇത്ര പാവമായിരുന്നു സുകന്യേച്ചി, പാവം താൻ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ ഇങ്ങനെ മിത്ര മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ മാറിപ്പോയിട്ട് ഇങ്ങനെ ആലോചിച്ചോ, നിന്റെ ജോഗിങ് നിനക്കിട്ടുള്ള പണി ഞാൻ തരാടി. ഈ സുകന്യ ആരാന്ന് നീ അറിയാനായിട്ട് പോകുന്നുള്ളൂ, നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും ഒന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആരും മിത്രയും കൂടെ പ്രാക്ടീസിന് വന്ന സമയത്ത് ആരും മിത്രോട് പറഞ്ഞു, അല്ല സുകന്യേച്ചിക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ, ജോഗിങ്ങിന് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതെ അവർക്ക് സംശയത്തിന് ഇട കൊടുക്കല്ല, അവരുടെ സ്വഭാവം അറിയാലോ. പിന്നെ അവരിത്ര അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വന്ന് നിന്നോട് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടോ എന്ന് അറിയണമെന്ന് പറയണം. അതൊക്കെ ഒന്നും കാണത്തില്ല ആര്യ എന്നൊക്കെ ഇങ്ങനെ മിത്ര ഇങ്ങനെ പറഞ്ഞു. പിന്നീട് അവിടെ ഇരിക്കണ സമയത്ത് ആര്യം പറഞ്ഞു, അത് ഒരു കാര്യം കൂടെ ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ വന്നോന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ വരുമായിരിക്കുമല്ലേ? അറിയത്തില്ല ആര്യ, മിക്കവാറും ഉടനെ അറിയിപ്പുണ്ടായിരിക്കും എന്ന് പറയണം. അതെ അതിനു മുമ്പ് പ്രാക്ടീസ് ഒക്കെ നന്നാക്കണം. ഇവിടെ മാത്രം, ഈ ഗ്രൗണ്ടിൽ മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ എവിടെ? അതെ നമുക്കൊരു കാര്യം ചെയ്യണം, ഒരു കോച്ചിങ് സെന്റർ കണ്ടെത്തണം, ഒരു ട്രെയിനിങ് സെന്റർ. അതിന്റെ ഒന്നും ആവശ്യമില്ല ആര്യ, ഇവിടെ മതി. അതിനൊക്കെ ഭയങ്കര പണച്ചെലവാ ട്രെയിനിങ് സെന്റർ ഒക്കെ. അതെ ഈ മിലിറ്ററിക്കാർക്കൊക്കെ പരിശീലനം കൊടുക്കുന്ന പോലെയുള്ള ട്രെയിനിങ് ക്യാമ്പ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അവിടെ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് പോകാന്ന് പറഞ്ഞു. വേണ്ട ആര്യ, അതിനൊക്കെ ഇഷ്ടം പോലെ പൈസ ആവെന്ന് പറഞ്ഞു. അതിന്റെ പൈസ എടുക്കാനൊന്നും ആരിന്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് തൽക്കാലത്തേക്ക് ഇവിടെ മതി എന്ന് പറഞ്ഞു. ആരും പറഞ്ഞു, ഇതും കൊണ്ടൊന്നും ആവത്തില്ല മിത്രേ, ഇതൊന്നും ശരിയാവത്തില്ല എന്ന് പറയണം. അവസാനം നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോഴേക്കും മിത്രയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. മിത്ര മുഖം വീർപ്പിക്കുന്നുണ്ടപ്പോ ഒടുവിൽ ആര്യം പറഞ്ഞു, ഇവിടെ മതിയെങ്കിൽ ഇവിടെ മതി, ഇനി ഞാൻ കൂടുതൽ നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ശരി നമുക്ക് പ്രാക്ടീസ് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ മിത്ര തന്റെ ഷൂ ഒക്കെ എടുക്കുവാണ്.
ബാഗിനകത്തുനിന്ന് ഷൂ എടുത്തിടാൻ തുടങ്ങിയപ്പോഴത്തേനും മിത്ര ആ കാഴ്ച കാണുന്നേ. ഷൂവിന്റെ ഷോളൊക്കെ എങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നു, ഇളകി പൊങ്ങിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? താൻ തൂത്തുടച്ചു വെക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴാണ് അത് ചെയ്ത് ആരാന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നേ. അത് സുകന്യാണ്. സുകന്യാണ് അങ്ങനെ ചെയ്തേ. അവള് ജോഗിങ്ങിന് പോകുന്നു എന്ന് കാണണം. അവളുടെ ജോഗിങ്, അവളുടെ ഷൂവ്, ആ ഷോളൊക്കെ ഇളക്കി വിട്ടത് അവളായിരുന്നു, സുകന്യായിരുന്നു. പക്ഷെ ഇതൊക്കെ പാവം മിത്ര അറിയുന്നുണ്ടോ? മിത്ര പറഞ്ഞു, ഒട്ടേരങ്ങാണ്ട് പറഞ്ഞു പോയെന്ന് തോന്നേ. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആര്യം പറഞ്ഞു. മിത്ര പറഞ്ഞു, പുതിയ ഷൂ മേടിക്കണം, കുറെ പൈസയാവും ആര്യ. ഒരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് ആര്യം പറഞ്ഞു. വേണ്ട, പ്രാക്ടീസ് മുടക്കാൻ പറ്റില്ല. അല്ലാത്ത ചെരുപ്പുണ്ടല്ലോ, ഞാൻ അല്ലാത്ത ചെരുപ്പിട്ട് ഓടിക്കോളാന്ന് പറഞ്ഞു. മിത്ര, അത് റിസ്കാ, നിന്റെ കാലൊക്കെ നന്നായിട്ട് വേദനിക്കും. അതെ, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ കഴിവെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, വേണ്ട മിത്തരെന്ന് പറയണം. വേണമെന്ന് പറയണം, ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം. ആര്യ സ്റ്റാർട്ട് പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ മിത്ര റെഡിയായി. ഒടുവിൽ ആര്യ സ്റ്റാർട്ട് പറഞ്ഞു. മിത്ര ഓടാനായിട്ടും തുടങ്ങി. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അവര് വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്തു. അങ്ങനെ വൈകുന്നേരം മിത്ര മുറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആര്യം കണക്കുകൂട്ടലുകളൊക്കെ നടത്തുക. കുറെ കണക്കുകളൊക്കെ നോക്കാനുണ്ടായിരുന്നു ആര്യന്. ആ സമയത്ത് ആര്യന് പെട്ടെന്ന് ഇക്കിളെടുത്തു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, മിത്ര നീ ആ വെള്ളം എടുക്കാൻ പറയണം. അങ്ങനെ മിത്ര ജഗ്ഗും വെള്ളം എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുവാണ്. അങ്ങനെ ആര്യം വെള്ളം കുടിച്ചു. മിത്രയ്ക്ക് കാല് നിലത്ത് കുത്തത്തില്ല, കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ജഗ്ഗും വെള്ളമായിട്ട് മിത്ര തിരിഞ്ഞു നടക്കണ സമയത്ത് ആര്യം നോക്കി. പിന്നീട് മിത്ര അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേനും ആര്യം മിത്രയെ വിളിച്ചു, നീ ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറയണ. എന്ത്? ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറഞ്ഞു. മിത്ര നടക്കുമ്പോൾ ചട്ടണമെന്ന് മനസ്സിലായി. എന്ത് പറ്റി? അതെ, ചെറുതായിട്ടൊരു പണി കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ചെരുപ്പിട്ടോണ്ട് ഓടരുന്ന്. ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് പറഞ്ഞില്ലേ? പുതിയ ഷൂ മേടിച്ചിട്ട് മതിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ നോക്കട്ടെ എന്ന് പറയണം. വേണ്ട ആര്യ. അങ്ങനെ ആര്യം നോക്കിക്കഴിഞ്ഞപ്പോൾ കാല് പൊട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ആര്യം പോയി ഒരു ഓയിൽമെന്റ് ഒക്കെ എടുത്തോണ്ട് തേക്കാൻ തുടങ്ങുമ്പോൾ മിത്ര പറഞ്ഞു, വേണ്ട ആര്യ, ഇത് ഞാൻ തേച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാല ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ തേച്ചരാന്ന് പറഞ്ഞുകൊണ്ട് മിത്രയുടെ കാലിൽ ഓയിൽമെന്റ് പുരട്ടി കൊടുത്തു. പിന്നീട് ആര്യം പറഞ്ഞു, ഇനിയിപ്പം എന്താണെങ്കിലും 2 ദിവസത്തേനെ ഈ മുറിവ് ഉണങ്ങുന്ന സമയം വരെ നിനക്കിത് പ്രാക്ടീസിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ കുറച്ച് ദിവസം? 2 ദിവസത്തിനുള്ളിൽ ഈ മുറിവ് ഉണങ്ങുമല്ലോ. 2 ദിവസത്തിനുള്ളിൽ ഉണങ്ങിയാലും ഷൂ വേണ്ടേ ആര്യാന്ന് ചോദിച്ചു. ഷൂസോ? അതിന്റെ കാര്യമാണോ? അതിന് നമുക്കൊരെണ്ണം മേടിക്കാം. അത് ശരിയാത്തില്ല. 10-2000 രൂപ ആകും നല്ലൊരു ഷൂ മേടിക്കാനായിട്ട്. എനിക്ക് ഇനിയിപ്പം ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നതിന്റെ ശമ്പളം കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും. ട്യൂഷൻ ഫീസ് കിട്ടണമെങ്കിൽ. അപ്പൊ അത് പിന്നെ പൈസ ഇല്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഒരു ഷൂ മേടിക്കാനല്ലേ, അതിനൊക്കെ പൈസ ഞാൻ തന്നോളാം. വേണ്ട ആര്യ, അല്ലെങ്കിൽ തന്നെ ആര്യന് കുറെ പൈസ ചെലവായി. എന്നെ തിരുവനന്തപുരം കൊണ്ടുപോയപ്പോ തന്നെ എക്സാം എഴുതിക്കാൻ കൊണ്ടുപോയതൊക്കെ, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ആര്യം പറഞ്ഞു, എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഈ മാസം അവസാനം ആകും. പക്ഷേ എങ്കിൽ സാരമില്ല, ഞാൻ അഡ്വാൻസ് മേടിക്കാന്ന് പറഞ്ഞു. വേണ്ട, അഡ്വാൻസ് ഒന്നും ആരും മേടിക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് ദിവസം പ്രാക്ടീസിന് പോകുന്നില്ലെന്ന് വെച്ചാൽ പോരെ. അങ്ങനെ ആരും മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കെഞ്ചുന്ന എനിക്ക് ഇഷ്ടമില്ല ആര്യ. അങ്ങനെ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അറിയാലോ. അതിനുശേഷം ഞാൻ പ്രാക്ടീസിന് പോയിക്കോളാം. ഇനി അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഈ മാസം അവസാനം ശമ്പളം കിട്ടുമല്ലോ, അപ്പോഴെനിക്ക് ആര്യം ഷൂ മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആര്യം പറഞ്ഞു, അങ്ങനെയാ നിന്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ വലിയ ആസ്വദിച്ച് അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് ഒക്കെയാണ് എപ്പോഴും കഴിക്കുന്നത്. ആ സമയത്താണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, അല്ല മിത്രേ, ഇതെന്താ നിന്റെ കാലിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, ഞാൻ ചെരുപ്പിട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ കാലിന് ചെറുതായി പൊട്ടിയെന്ന് പറയണം. അല്ല, ചെരുപ്പിട്ട് ഓടേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ, നിനക്ക് ഷൂ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാന്ന് ചോദിച്ചു. അത് പിന്നെ ഷൂവിന്റെ ആ അടിഭാഗം എന്തോ കാണിച്ച് പറഞ്ഞു പോയെന്ന് പറയണം. ഒട്ടിര് പറഞ്ഞു പോയെന്ന് പറയാം. ഓ അതാണല്ലേ, എങ്കിൽ പിന്നെ നീ പോണ്ട കാര്യം ഉണ്ടായിരുന്നോ? സാരമില്ല, എന്നാ ഒരു പുതിയ ഷൂ മേടിച്ചുകൂടെ മിത്രേ? അതിന് കുറച്ച് പൈസയാവും, ഒരു 10-2000 രൂപയെങ്കിലും വേണം ശ്രീദേവി ചേച്ചി. ഓ അങ്ങനെയാണല്ലേ. ശ്രീദേവി ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. 2000 രൂപ വേണം. അപ്പോഴേക്കും സുകന്യ ഒരു മാസിക വായിച്ചുകൊണ്ടിരിക്കുക. സുകന്യ പറഞ്ഞു, 2000 രൂപയ്ക്കൊക്കെ നല്ല ഷൂ കിട്ടും. 2000 രൂപ വേണമെങ്കിൽ ഞാൻ കടമായിട്ട് തരാം മിത്രയ്ക്ക് ഷൂ വാങ്ങിക്കാനായിട്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, അതെന്ത് വർത്താനം സുകന്യേച്ചി പറയണേ? മിത്ര നമ്മുടെ അനുജത്തിയല്ലേ, മിത്രയ്ക്ക് ഒരു ഷൂ മേടിക്കാണ്ട് 2000 രൂപ കടം കൊടുക്കേണ്ട കാര്യമുണ്ടോ? മിത്രയ്ക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതെ, ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിത്രയ്ക്ക് അത് ഒരു ഔദാര്യമായിട്ട് തോന്നും, അതുകൊണ്ടാ ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് വെച്ചേ. അത് കേട്ടപ്പോൾ മിത്രയ്ക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ ആയി. അപ്പോഴേക്കും ശ്രീദേവി മിത്രയെ നോക്കുകയാണ്. മിത്ര പറഞ്ഞു, വേണ്ട, എനിക്കങ്ങനെ ആരുടെ ഔദാര്യത്തിന്റെ കാര്യമില്ല. ഞാനേ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ട്യൂഷൻ ഫീസ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഷൂസ് മേടിച്ചോളാൻ പറഞ്ഞു. ഓ
അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് മിത്ര ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പം അടുക്കളയിൽ ഗോമതിയും മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് മിത്ര വേറെ പല ആലോചനയിലേക്കും പോയി. ഗോമതി പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഗോമതി പറഞ്ഞു, അങ്ങനെയല്ലേ മിത്രയെന്ന് ചോദിച്ചു. അപ്പൊ നീ പോകുമല്ലോ എന്ന് ചോദിച്ചു. പോകുവന്നോ? എങ്ങോട്ടാ അപ്പച്ചിന്ന് ചോദിച്ചു. അപ്പൊ ഇത്ര സമയം ഞാൻ പറഞ്ഞു നോക്കിയോ? അല്ല അത് പിന്നെ, ഓഹോ, അപ്പൊ നീ സ്വപ്നലോകത്തായിരുന്നില്ലേ? ആരെയാ? ആരിനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരുന്നോ എന്ന് ചോദിച്ചു. ഒന്ന് പോ അപ്പച്ചിന്ന് പറഞ്ഞു. അതെ, ആരും പോയാലും ജോലിക്ക് പോകുന്ന സമയത്ത് നീ അവനെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, അത് പിന്നെ അപ്പച്ചി പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ വിളിച്ചു കഴിയുമ്പോൾ ആരിന് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു, ആഹാ കൊള്ളാലോ, എപ്പോഴും ഒന്നും നീ വിളിക്കണ്ട, അവൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് എപ്പോഴേലും ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, അതൊക്കെ ഞാൻ ആലോചിച്ചോളാം, അതെന്റെ കാര്യമില്ലേ എന്ന് പറഞ്ഞു. കോമതി അന്താളിപ്പോട് ചോദിച്ചു, ആഹാ നീ ആള് കൊള്ളാലോ എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.